നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. NDA ക്യാമ്പിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിലെത്തും. വൈകിട്ട് 5-ന് തിരുവനന്തപുരം കിള്ളിപ്പാലം മുതൽ കരമന വരെ റോഡ് ഷോ നടക്കും. തിരുവല്ലയിലും പൊതുപരിപാടി സംഘടിപ്പിക്കും. സഞ്ജു സാംസണിനെ പോലെ ഉണർന്നു പ്രവർത്തിക്കാൻ കേരളത്തിലെ BJP പ്രവർത്തകരോട് മോദി ആവശ്യപ്പെട്ടപ്പോൾ വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ ആഹ്വാനം ഏറ്റെടുത്തത്. വെല്ലുവിളികൾ നിറഞ്ഞ മത്സരങ്ങളിൽ സഞ്ജു സാംസൺ ഉയർന്നു കളിക്കുകയായിരുന്നുവെന്നും അങ്ങനെ ചെയ്താൽ വിജയം സുനിശ്ചിതമാണെന്നും മോദി ഉപദേശിക്കുന്നു. രാഹുൽ ഗാന്ധിയും ഇന്ന് വീണ്ടും കേരളത്തിലെത്തും. 3 ജില്ലകളിലായി 4 പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് കൊച്ചിയിലെത്തുന്ന രാഹുൽ ആലപ്പുഴയിലെ പൊതുപരിപാടിയിലാണ് ആദ്യം പങ്കെടുക്കുക. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന് ഇന്ന് നിർണായകം. എറണാകുളം സബ് ജയിലിൽ തുടരുന്ന കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും എറണാകുളം CJM കോടതി ഇന്ന് പരിഗണിക്കും. രഞ്ജിത്തിനെ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വേണമെന്നാകും പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുക. 3 ദിവസത്തേക്കാകും കസ്റ്റഡി ചോദിക്കുക. കസ്റ്റഡി ലഭിച്ചാൽ തെളിവെടുപ്പായിരിക്കും അടുത്ത നടപടി. ലൈംഗികാതിക്രമം നടന്നു എന്ന് പറയുന്ന കാരവാനിൽ എത്തിച്ച് പോലീസ് തെളിവെടുക്കും. ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. മണ്ണാർക്കാട് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി പ്രശോഭ് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. പ്രശോഭിനെതിരെ ബലാത്സംഗം, SC/ST അതിക്രമം തടയൽ വകുപ്പുകൾ ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിലെ മായന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന 10 സെന്റ് സ്ഥലവും അതിലുൾപ്പെട്ട ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള കെട്ടിടവും സേവാഭാരതിക്ക് ദാനം ചെയ്ത് അമേരിക്കയിൽ ദീർഘകാലമായി പൾമണോളജിസ്റ്റായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ U നന്ദകുമാർ. മാതാപിതാക്കളായ ഭാസ്കരമാരാരുടെയും ലീലാമാരാരുടെയും പേരുള്ള ഈ വസ്തു സമഗ്രമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായാണ് സമർപ്പിച്ചിരിക്കുന്നത്. 1971 ഇൻഡോ പാക് യുദ്ധത്തിൽ രാജ്യത്തിനായി പോരാടി വീരമൃത്യു വരിച്ച സഹോദരൻ രാംദാസിന്റെ സ്മരണാർത്ഥമാണ് കുടുംബാംഗങ്ങൾ ഈ തീരുമാനം കൈക്കൊണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള രഹസ്യധാരണയ്ക്ക് തെളിവ് പുറത്തുവിട്ട് BJP. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി NMR റസാഖ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളാണ് BJP പുറത്തുവിട്ടത്. പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിലാണ് റസാഖ് പങ്കെടുത്തത്. LDF-ഉം UDF-ഉം ഒന്നാണെന്ന തലക്കെട്ടോടെയാണ് ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. വർഗീയത ആര് പറഞ്ഞാലും ഞങ്ങൾ അത് ചോദ്യം ചെയ്യുമെന്ന VD സതീശന്റെ പ്രസംഗത്തിനെതിരെ UDF-ന് വേണ്ടി വോട്ട് പിടിക്കുന്ന ചില നേതാക്കളുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്നത് കോൺഗ്രസിന് തലവേദനയാകുന്നു. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ കുപ്രസിദ്ധമായ പ്രസംഗത്തിന്റെ വീഡിയോ ആണ് ഇതിൽ ഒരെണ്ണം. മതമാണ് പ്രശ്നം എന്ന് തുടങ്ങുന്ന ഷാജിയുടെ പ്രസംഗം വലിയ തിരിച്ചടിയാണ് സതീഷിന് നൽകിയത്. ഷാജിയുടെ പ്രസംഗത്തെ കൊള്ളാനോ തള്ളാനോ കഴിയാത്ത നിസ്സഹായതയിലാണ് സതീശൻ. മറ്റൊന്ന്, ഷാജിയുടെ തന്നെ 9.5 വർഷം ഭരണമില്ലാതെ കഴിഞ്ഞ നമ്മൾ അധികാരത്തിലെത്തിയാൽ എല്ലാം മുതലാക്കണമെന്ന് പറയുന്ന വീഡിയോ ആണ്. മറ്റൊന്ന്, തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയുടെ പ്രസംഗമാണ്. മുസ്ലിം തൊപ്പി ധരിച്ചുള്ള രേവന്ത് റെഡ്ഡിയുടെ ഈ പ്രസംഗം വിവാദമായിരുന്നു. കോൺഗ്രസ് എന്നാൽ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ എന്നാൽ കോൺഗ്രസും എന്നതായിരുന്നു ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ രേവന്ത് റെഡ്ഡി നടത്തിയ പ്രസംഗം. ഈ വീഡിയോയും കേരളത്തിൽ കോൺഗ്രസിനെ VD സതീഷിനെയും ഉത്തരം മുട്ടിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിന്റെ വിമർശനങ്ങൾക്കുള്ള മറുപടിയുമായി പയ്യന്നൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ. വൈകാരികമായി ശവം തൂക്കികൾ എന്ന പ്രയോഗം ഉപയോഗിച്ച അതേ സ്വരാജ് സഖാവ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് കട്ട പാർട്ടിയിലെ ശവം തൂക്കികളെ വെളുപ്പിക്കാൻ യാതൊരു മടിയും കാണിച്ചില്ലെന്നും V കുഞ്ഞികൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അത് വെളിച്ചത്ത് കൊണ്ടുവന്ന് തന്നെ അപഹസിച്ചുവെന്നും അദ്ദേഹം വിമർശിച്ചു. വർഗീയ അനൗൺസ്മെന്റ് നടത്തിയെന്ന ആരോപണത്തിൽ പേരാമ്പ്രയിലെ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനെതിരെ നോട്ടീസ് അയച്ചതിന് പിന്നാലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരെയും പരാതി. തഹ്ലിയ സമുദായത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചെന്ന പരാതിയിൽ റിട്ടേണിംഗ് ഓഫീസർ നോട്ടീസ് അയച്ചു. കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്നും എന്നാൽ സർക്കാർ ഇതിന് നേരെ കണ്ണടക്കിയാണെന്നും മുൻ DGP-യും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ R ശ്രീലേഖ. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഇല്ലാതാകാൻ കാരണം സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകളാണെന്നും അവർ കുറ്റപ്പെടുത്തി. ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളിൽ സർക്കാർ നടപടിയെടുക്കുന്നില്ല. അടുത്തിടെ ഒരു മന്ത്രിയുടെ ഭാര്യ സ്വന്തം വീട്ടിൽ പൂട്ടിയിടപ്പെട്ട സംഭവത്തിൽ പരാതി സെല്ലിൽ വിളിച്ചിട്ട് പോലും ഫലമുണ്ടായില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികൾക്കുള്ള പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ്. മതമൗലികവാദികളുടെ മുദ്രാവാക്യം ഉയർത്തി കേരളത്തിന്റെ ഭാവി തുലയ്ക്കാൻ നിൽക്കുകയാണ് ഇരു മുന്നണികളും. വികസന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത്
NDA മാത്രമാണ്. 50% മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നേമത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് LDFന്റെ ശ്രമം. അപരനെ ഇറക്കാൻ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നു. പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലും ശിവൻകുട്ടി ഇടപെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം മുട്ടിക്കാൻ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഗൂഢശ്രമം നടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്ത് ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ച ആൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. അടൂർ സ്വദേശി രാജു തെങ്ങമത്തിനെതിരെയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണനാണ് പോലീസിന് നിർദ്ദേശം നൽകിയത്. ഏപ്രിൽ 2 രാത്രിയിലാണ് വോട്ട് ചെയ്ത പോസ്റ്റൽ ബാലറ്റിന്റെ ചിത്രം ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ചത്. വോട്ട് ചെയ്തത് പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘനമാണ്. ബീഹാറിൽ വിഷമദ്യ ദുരന്തത്തിൽ 5 മരണം. ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലാണ് സംഭവം. ബുധനാഴ്ച മുതലാണ് ചമ്പാരനിലെ തുർക്കൌക്കില, രഘുനാഥ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. 9 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. 6 പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായും വിവരമുണ്ട്. സംഭവത്തിൽ 12 പേർ അറസ്റ്റിലായി. മരിച്ചവരുടെ കുടുംബങ്ങളുടെ പരാതിയിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. തർക്കങ്ങൾക്കൊടുവിൽ തമിഴ്നാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 27 സീറ്റിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വിളവങ്കോട് TT പ്രവീൺ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അതേസമയം തർക്കം മുറുകിയതോടെ മേലൂർ സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. CSI ദക്ഷിണ കേരള മഹാ ഇടവക സെക്രട്ടറിയാണ് TT പ്രവീൺ. കേരളവുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങൾ അതിർത്തി മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. കേരളത്തിൽ കണ്ണുവെച്ചുകൊണ്ടാണ് കന്യാകുമാരിയിലെ കോൺഗ്രസ് സീറ്റ് പ്രഖ്യാപനം. തിരുവനന്തപുരം ജില്ലയിൽ വലിയ സ്വാധീനമുള്ള സഭയാണ്. നെയ്യാറ്റിൻകര, പാറശാല, നേമം, കോവളം, തിരുവനന്തപുരം, അരുവിക്കര, കാട്ടാക്കട മണ്ഡലങ്ങളിൽ സഭയ്ക്ക് സ്വാധീനമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജയ്പൂരിലെ സുശീൽപുരയിൽ മലിനമായ പൈപ്പ് വെള്ളം കുടിച്ചതിനെ തുടർന്ന് 1000-ലധികം പേർക്ക് അസുഖം പിടിപെട്ടു. കുട്ടികളും പ്രായമായവരുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതെന്ന് പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വയറുവേദന, ഛർദി, വയറിളക്കം, പനി എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. ദുർഗന്ധവും നിറവ്യത്യാസവുമുള്ള വെള്ളം കുറച്ചു ദിവസങ്ങളിലായി ടാപ്പുകളിലൂടെ ഒഴുകുന്നുണ്ടെന്ന് താമസക്കാർ പറയുന്നു. എത്തുന്നതിന് ഏതാനും ദിവസം മുമ്പ് US അനുമതി നൽകിയ ഇറാനിയൻ അസംസ്കൃത എണ്ണ നിറച്ച അഫ്രാമാക്സ് ടാങ്കർ യാത്രാമധ്യേ ഗതി മാറ്റി. ഇന്ത്യയിൽ നങ്കൂരമിടാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് ചൈനീസ് തുറമുഖത്തേക്ക് തിരിച്ചുവിട്ടു. 7 വർഷത്തിനിടെ ഇന്ത്യയിലേക്ക് ആദ്യമായി ഇറാനിയൻ അസംസ്കൃത എണ്ണ ലഭിക്കുമെന്ന പ്രതീക്ഷകളെ ഈ നീക്കം തകിടം മറിക്കുന്നു. പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങളാണ് വഴിതിരിച്ചുവിടലിന് കാരണമായതെന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിയൻ വിൽപ്പനക്കാർ ക്രെഡിറ്റ് നിബന്ധനകൾ കർശനമാക്കുകയും പരമ്പരാഗത 30 മുതൽ 60 ദിവസത്തെ പേയ്മെന്റ് വിൻഡോകളിൽ നിന്ന് കൂടുതൽ ഉടനടി അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ഒത്തുതീർപ്പുകളിലേക്ക് മാറുകയും ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി മോദിക്കും BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനുമെതിരെ സംസാരിക്കാത്തതിന് രാഘവ് ഛദ്ദയെ ആക്രമിക്കുന്ന വീഡിയോകൾ വെള്ളിയാഴ്ച നിരവധി ആം ആദ്മി പാർട്ടി നേതാക്കൾ പങ്കിട്ടു. അശോക് മിത്തലിനെ മാറ്റി നിയമിച്ചതിനെ തുടർന്ന് ഛദ്ദ മൗനം വെടിഞ്ഞതിന് പിന്നാലെയാണ് ഈ വീഡിയോകൾ പുറത്തുവന്നത്. ഈ നീക്കം തന്നെ നിശബ്ദനാക്കാനുള്ള ശ്രമമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ആം ആദ്മി പാർട്ടി കോട്ട പ്രകാരം സംസാരിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയണമെന്ന് പാർട്ടി രാജ്യസഭാ സെക്രട്ടേറിയറ്റിനോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 37-കാരനായ MP തന്റെ എക്സ് ബയോയിൽ നിന്ന് ആം ആദ്മി പാർട്ടിയെ ഒഴിവാക്കി. അതിപ്പോൾ പാർലമെന്റ് അംഗം രാജ്യസഭ എന്നാണ്. ഇത് അദ്ദേഹം പാർട്ടി വിടാൻ പദ്ധതിയിടുന്നുണ്ടോ എന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. AAP നേതാക്കൾ ഛദ്ദയ്ക്കെതിരായ ആക്രമണം തുടർന്നപ്പോൾ BJP MPയെ പ്രശംസിച്ചു. അരവിന്ദ് കെജ്രിവാൾ ആളുകളെ ഉപയോഗിച്ച് അവരെ ഒഴിവാക്കുകയാണെന്നും ആരോപിച്ചു. BJP നേതാക്കളും അദ്ദേഹത്തിന്റെ രാജ്യസഭാ പ്രസംഗങ്ങളെ പ്രശംസിക്കുകയും പൊതുപ്രശ്നങ്ങൾ ഉന്നയിച്ചതിന് അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു. ഏകദേശം 870 കോടി രൂപ വില വരുന്ന US യുദ്ധവിമാനമായ F-15E ഇറാൻ വെടിവെച്ചിട്ടു. തകർന്ന വിമാനത്തിന്റെ ചിത്രവും ഇറാൻ പങ്കുവച്ചു. അതേസമയം ജീവൻ രക്ഷിക്കാൻ വിമാനത്തിൽ നിന്ന് സ്വയം ഇജക്ട് ചെയ്ത് ചാടിയ അമേരിക്കൻ പൈലറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പൈലറ്റ് തെക്ക് പടിഞ്ഞാറൻ ഇറാനിൽ വീണതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ പൈലറ്റിനെ ഇതുവരെ ഇറാൻ സൈനികർ പിടികൂടിയതായി വിവരമില്ല. ഇറാനിലെ പർവ്വത പ്രവേശമായ കൊക്കിലുയെ ആൻഡ് ബോയർ അഹമ്മദ് പ്രവിശ്യയിലാണ് സംഭവം നടന്നത്. പൈലറ്റിനെ കണ്ടെത്താൻ അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ ഇറാൻ അതിർത്തിക്കുള്ളിൽ തിരച്ചിൽ നടത്തുന്നതായും സൂചനകളുണ്ട്. സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ സെൻട്രൽ കമാൻഡോ US ഭരണകൂടമോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്കിടെ ആർട്ടിമിസ് 2 സംഘം പകർത്തിയ ഭൂമിയുടെ അത്യപൂർവ ചിത്രം പുറത്തുവിട്ട നാസ. 53 വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമിയുടെ ഇത്തരത്തിലുള്ള ഒരു ചിത്രം പുറത്തുവരുന്നത്. അപ്പോളോ 17 ദൗത്യത്തിനിടെ ഹാരിസൺ ഷ്മിറ്റ് ആണ് ഭൂമിയുടെ ചിത്രം ആദ്യമായി പകർത്തിയത്. ബ്ലൂ മാർബിൾ എന്നറിയപ്പെടുന്ന ആ ചിത്രം ചരിത്ര പ്രസിദ്ധമാണ്. അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് വെള്ളിയാഴ്ച കാബൂളിൽ ഒരു വീട് തകർന്ന് 8 പേർ മരിക്കുകയും ഒരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദ് കുഷ് മേഖലയിൽ വെള്ളിയാഴ്ച
5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസസ് GFZ അറിയിച്ചു. 177 കിലോമീറ്റർ, അതായത് 110 മൈൽ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് GFZ അറിയിച്ചു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും ഇന്ത്യൻ തലസ്ഥാനമായ ന്യൂഡൽഹിയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. പരുക്കൻ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട അഫ്ഗാനിസ്ഥാൻ നിരവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ഭൂകമ്പങ്ങളാണ് ഏറ്റവും മാരകമായത്. പ്രതിവർഷം ശരാശരി 560 പേർ മരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.